പ്രിയ സുഹൃത്തുക്കളെ, നുറുങ്ങ് ചിന്തയുമായി വീണ്ടും. ഇത് 1987-88 കാലഘട്ടത്തിലുണ്ടായ സംഭവമാണ്. എൻ്റെ വിവാഹശേഷം ഞാനും ഭാര്യയും കൂടി ഒരു ബന്ധു വീട്ടിലേക്ക് പോവുകയാണ്. മാങ്കുളം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടേക്ക് പോകാൻ ഞാനും ഭാര്യയും കൂടി വൈകുന്നേരത്ത് ബസ്സിന് കയറി രാവിലെ അവിടെ ചെന്ന് അങ്ങനെയാണ് ബന്ധു വീട്ടിൽ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ രാത്രിയിലെ വണ്ടിക്ക് കുറേ സമയം എടുക്കുന്നുണ്ട്. നേരത്തെ പോയിട്ട് ഒരു സിനിമ കണ്ടേക്കാം എന്നൊരു ചിന്തയിൽ അങ്ങനെ പെരിന്തൽമണ്ണയിലുള്ള അലങ്കാർ തിയേറ്ററിൽ രാത്രി സെക്കൻഡ് ഷോയ്ക്ക് കയറുകയാണ്. സെക്കൻഡ് ഷോയ്ക്ക് കയറാൻ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ എന്തോ ഒരു അപകട ചിന്ത മനസ്സിൽ വരികയാണ്. എന്തോ ഒരു അപകടം ഈ യാത്രയിൽ നടക്കാനിരിക്കുന്നു എന്ന് എന്നോട് മനസ്സ് പറഞ്ഞു, അല്ലെങ്കിൽ ദൈവം പറഞ്ഞു, ദൈവൻ്റെ തോന്നിച്ചു. എന്നാൽ സിനിമയ്ക്ക് ടിക്കറ്റ് താഴത്ത് കയറുകയും ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു, സിനിമ കാണാൻ ശ്രമിക്കാതെ കുറേ നേരം ഇങ്ങനെ ശാന്തമായി ആകെപ്പാടെ ടെൻഷനോടെ യാത്ര തിരിച്ചു പോകാനും പറ്റുന്നില്ല. നമ്മൾ പോകേണ്ടതാണ്, വെറും തോന്നലാണോ ദൈവം തോന്നിച്ചതാണോ അറിയില്ലല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്പസമയം മാത്രം സിനിമ കണ്ടു കാണുമായിരിക്കും, ഓർമ്മയില്ല. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി രാത്രി KSRTC ബസ്സിന് കയറി. വഴിനീളെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കാരണം അപകടം എന്തോ ഉണ്ട്, എവിടെ ഒരു അപകടമുണ്ട്. അങ്ങനെ നേരം വെളുത്ത് അവിടെ ചെന്നപ്പോൾ അപകടമുണ്ടായില്ല എന്നൊരാശ്വാസം. അങ്ങനെ അവിടെ നിന്ന് ഏകദേശം, അത്ഭുതപ്പെടരുത്, 20 കിലോമീറ്റർ ദൂരം നടന്നാലാണ് നമുക്ക് ഈ പറയുന്ന സ്ഥലത്തെത്തുക. അന്ന് വാഹനങ്ങൾ ഇല്ല അവിടെ. 20 കിലോമീറ്റർ നടന്ന് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇനി എന്താണ്, വഴിയിൽ എന്തെങ്കിലും അപകടം കാത്തിരിപ്പുണ്ടോ എന്ന് ഞാൻ അപ്പോൾ സംശയിച്ചു. ഒന്നും സംഭവിച്ചില്ല. വീട്ടിലെത്തി, സമാധാനമായി വീട്ടിലെത്തി, വിശ്രമിച്ചു, കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് കൊച്ചു പയ്യനുണ്ട് അവിടെ. അപ്പോൾ അടുത്തുള്ള പ്രദേശങ്ങൾ കാണുന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ തൊട്ടടുത്തൊരു കോഴിവാലം കുത്ത് എന്നൊരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. അന്ന് അവിടെ വെള്ളമൊന്നുമില്ല, പക്ഷേ ഈ ചെറിയ തോതിലെ ചാട്ടം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വലിയ അഗാധമായ ഗർത്തവും അത് കാണാൻ മാത്രമുണ്ട്. അങ്ങനെ അത് കാണാൻ വേണ്ടി ഞാനും ഈ പയ്യനും എൻ്റെ ഭാര്യയും കൂടി ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതുവരെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, ചിന്ത വന്നതായിരിക്കാം, പ്രാർത്ഥിച്ച് ദൈവം രക്ഷിച്ചായിരിക്കാം, എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അതിൻ്റെ മുകളിൽ നിന്നപ്പോൾ ഈ പയ്യൻ അന്നേരം തിന്നാൻ കൈ കൊണ്ടുവന്ന പഴം കഴിച്ചിട്ട് തോലിങ്ങനെ അങ്ങോട്ട് എറിഞ്ഞിട്ട് ആ തോല് പോകുന്നു നോക്കി നിൽക്കുന്നു. എന്തൊരു അപകടമാണ്, ഞാൻ അരുത് മോനെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മധ്യത്തിലെ അതിനടുത്തോട്ട് എങ്ങനെയോ നീങ്ങിയപ്പോൾ സമയത്ത് അത് സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? ഞാൻ അഗാധമായ ആ കൊക്കയിലേക്ക് വീഴുകയാണ്. അഗാധമായ കറുത്തുള്ള കൊക്കയാണ്. വീണാൻ രക്ഷപ്പെടത്തില്ല, അങ്ങനത്തെയാണ്. നേരെ അതിലേക്ക് പതിക്കുന്ന ഞാൻ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ചെറിയൊരു തട്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത കൊക്കയിലേക്കുള്ള അഗാധഗർത്തം ആരംഭിക്കുന്നത്. ഈ ആദ്യത്തെ അവിടുന്ന് ഞാൻ തെന്നിയ ഞാൻ തൊട്ടടുത്തുള്ള ആ തട്ടിന് തൊട്ട് മുകളിലായി എൻ്റെ രണ്ട് കൈയുടെ വിരലുകളും അള്ളിപ്പിടിച്ച്, വള്ളിയിലൊന്നും പിടിച്ചിട്ടില്ല, എവിടെയോ ചെറിയൊരു ഗ്രിപ്പിൽ താഴെ ക്യാൻവാസിൻ്റെ ഷൂ ആയിരുന്നു. ആ ഷൂ ഞാൻ ഈ ഭിത്തിയിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന രംഗമാണ്. പയ്യൻ പ്രശ്നമുണ്ടാക്കാം, വൈഫ് അലമുറയിടാം, പല പ്രശ്നങ്ങളുണ്ടാകാം. ശാന്തമായി അപ്പോൾ ഈ സമയത്തേക്ക് പെട്ടെന്ന് നമ്മുടെ അവിടുത്തെ ഞാൻ വീട്ടിൽ പോയ ആളിനെ, ഗ്രഹനാഥൻ, എൻ്റെ അളിയൻ വേഗം വന്നപ്പോഴാണ് ഈ രംഗം കാണുന്നത്. അദ്ദേഹം തൊട്ടപ്പുറത്തൊരു വഴിയുണ്ടാക്കി അതിലൂടെ കാട് വെട്ടി ഇറങ്ങി ഇവിടെ വന്ന് എന്നെ രക്ഷിച്ചു. സത്യമായിട്ടും ഈ മുൻകൂട്ടി ദൈവം നമുക്ക് തന്ന ആ അറിയിപ്പുണ്ടല്ലോ, ആ അറിയിപ്പിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് അന്നും വിശ്വസിക്കുന്നു, ഇന്നും വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ആ അത്ഭുതകരമായ ഇടപെടൽ, ആ യാത്രയിൽ പ്രശ്നമുണ്ട് എന്നെനിക്ക് സൂചന തന്നുകൊണ്ടാണല്ലോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, വഴിനീളെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴാണ് അപകടത്തെ നോക്കിയാണ്, അപകടമുണ്ടോ, അപകടമില്ല, അപകടം പോയി, അല്ല അപകടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും അപകടം ഇതാ മുമ്പിൽ വന്നു. ആ അപകടത്തെ രക്ഷിച്ചത് സത്യമായിട്ടും ദൈവമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നിരവധി സംഭവങ്ങളുണ്ടാകും. ഈ സംഭവങ്ങളെയൊക്കെ തന്നെ കാണുമ്പോൾ നാം അതിനെ എങ്ങനെ കണക്കിലെടുക്കുന്നു, എങ്ങനെ അതിനെ ചിന്തിക്കുന്നു എന്നുള്ള ആശ്രയിച്ചിരിക്കും. ഇത് എൻ്റെ മിടുക്കൊണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഉത്തരമില്ല. നമ്മളെയൊക്കെ നയിക്കുകയും നിയന്ത്രിക്കുകയും ഓരോ അണുവിലും പരിപാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവം എത്ര ഭംഗിയായിട്ടാണ് നേരത്തെ ഒരു ആശയം തന്ന്, നേരത്തെ ചിന്ത തന്ന് അതിനെ പ്രാർത്ഥിച്ചൊരുക്കി ഞാൻ ശാന്തമായി ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ദൈവത്തിന് നന്ദി. നിങ്ങളുടെ സാന്നിധ്യത്തിൽ കൂടി ഞാൻ പറയാൻ ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ നുറുങ്ങ് ചിന്ത, ഈ അനുഭവ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.